ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ സംരംഭത്തിന് ആവശ്യമായ കുപ്പികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കോഴിക്കോട് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത്. കൂടെ മക്കളും കൂടി ഉണ്ടായതുകൊണ്ട് മക്കൾക്ക് ഈ കടയിൽ കയറണമെന്ന് നിർബന്ധം. അവർക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. എനിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും മക്കളും ഈ ഒരു കടയിൽ കയറി. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു ഐറ്റംസും ഇല്ല. അതായത് നമുക്കൊരു അക്വേറിയം വീട്ടിൽ ചെയ്യാൻ പറ്റിയ എല്ലാ സാമഗ്രികളും ഇതിലുണ്ട്. വീട്ടിലായാലും കടയിലായാലും എവിടെയും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് അന്വേഷിച്ച് നടക്കുകയേ വേണ്ട. കോഴിക്കോട് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കട ഉള്ളത്. എല്ലാ ഐറ്റം സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വളർത്തു പൂച്ച എല്ലാം ഇവിടെയുണ്ട് കേട്ടോ. പുതിയ പുതിയ ഐറ്റം മീനുകൾ ഇവിടെയുണ്ട്. എന്ത് ഐറ്റം ഫിഷും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാണുക മാത്രമല്ല നമുക്കിഷ്ടപ്പെട്ട ഐറ്റം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനും സാധിക്കും. ഈ ഫിഷിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ തോട്ടിൽ ഇതുപോലുള്ള ഫിഷുകൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫിഷും ഇതിൽ കാണാൻ സാധിച്ചു. ഒരുപാട് ഐറ്റം ഫിഷുകൾ ഈ കടയിൽ ഉണ്ടെങ്കിലും എല്ലാത്തിൽ നിന്നും വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഐറ്റം ഫിഷുകളുടെ പേരുകൾ മാത്രമേ എനിക്കറിയുള്ളൂ. എന്നാൽ മക്കൾ ഇതിൻ്റെ പേരെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഓരോ ഐറ്റം മീനിൻ്റെ അടുത്തെത്തുമ്പോഴും അവർ ഓരോരോ പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും മനോഹരമായൊരു കാഴ്ചയായിരുന്നു. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കാഴ്ച. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ആ കടയുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് വിളിച്ച് എവിടെയെന്ന് അന്വേഷിച്ച് വന്നാൽ മതി. നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഫിഷിൻ്റെ കടയുള്ളത്. ഈ ഒരു വലിയൊരു അക്വേറിയമാണ്. അത്യാവശ്യം വലിയ അക്വേറിയം തന്നെയാണ്. കാണാൻ നല്ല ഭംഗി തോന്നിയതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു വീഡിയോസ് എടുക്കാമെന്ന് കരുതിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ മക്കൾസിനാണ് ഈ ഒരു വീഡിയോസ് ഏറ്റവും അധികം ഇഷ്ടമാവുക. വെക്കേഷനാണ് വരുന്നത്. വെക്കേഷൻ ആകുമ്പോഴാണ് മക്കൾസ് ഏറ്റവും അധികം മീൻ വളർത്തലിലേക്കും അതുപോലെ തന്നെ പ്രാവ് വളർത്തലിലേക്കും തിരിയുന്നത്. മക്കൾസിനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇന്ന് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കും നല്ല ഒരു ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ വെക്കേഷനിൽ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാ ഐറ്റം കല്ലുകളും അക്വേറിയത്തിലേക്ക് ആവശ്യമായ കല്ലുകൾ, പൂക്കൾ, ചെടികൾ, പുതിയ ഐറ്റം അക്വേറിയങ്ങൾ, അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റം അക്വേറിയങ്ങളും ഈ ഒരു കടയിൽ ലഭ്യമാണ്. ഈ ഒരു കടയിൽ വന്നാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റൊരു കടയിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ വരില്ല. എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഡോഗിൻ്റെയും നമ്മുടെ കാറ്റിൻ്റെയും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഓരോരോ അക്വേറിയം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ നമുക്ക് അകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല സെറ്റപ്പ് ഉള്ള അക്വേറിയങ്ങളാണ്. അതിലേക്ക് വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റം സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് മോഡലാണെന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം അത്ര ഐറ്റംസ് മോഡലുണ്ട്. ഓരോന്നോരോന്നായിട്ട് വീഡിയോസ് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ഒരു അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തത് കേട്ടോ. ഇത് ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര ഒരു തണുപ്പായിരുന്നു കേട്ടോ ഫീൽ ചെയ്തത്. നമ്മുടെ എന്താ പറയുക, ഭയങ്കര ഒരു തണുപ്പ്. ഇത് പുകയല്ല, പക്ഷേ ഒരു തണുപ്പ് അടിക്കുകയാണ് കേട്ടോ. തണുപ്പ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ലൊരു തണുപ്പുള്ളൊരു അക്വേറിയം. അങ്ങനെയും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് തരും. എല്ലാ ഐറ്റം അക്വേറിയത്തിൽ ഇടാനുള്ള ചെടികളും ഇവിടെ ഉണ്ട്. എന്തായാലും എല്ലാവരും ഈ ഒരു കട കോഴിക്കോട് വരുന്നവരാണെങ്കിൽ ഒന്ന് സന്ദർശിക്കുക. കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ വഴിയിലാണ് ഈ ഒരു അക്വേറിയം ഉള്ളത്.
അതായത് ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു അക്വേറിയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.